ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ആദില നൂറമാരുടെ വിഷയമാണല്ലോ ഇപ്പം സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ സംഭവം എന്ന് ഞാനൊന്ന് നോക്കി. അപ്പോഴാണ് സംഭവം മനസ്സിലായത്. നമ്മുടെ മലബാർ ഗോൾഡിൻ്റെ ഫൈസൽ മലബാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പാല് കാച്ചലായിരുന്നു 2 ദിവസം മുന്നേ. അപ്പോൾ അതിൽ പങ്കെടുത്തവരിൽ ഇനി വരാൻ ആരുമില്ല. ഏകദേശം ഒരു കുട്ടി അമ്പാനി കല്യാണം പോലെ തന്നെ ഒരുവിധപ്പെട്ട എല്ലാ സെലിബ്രിറ്റീസും, അതിപ്പോൾ ഫിലിം ഫീൽഡിൽ നിന്നാവട്ടെ സോഷ്യൽ മീഡിയയിൽ നിന്നാവട്ടെ, അത് നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രമല്ല നോർത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെ ആൾക്കാർ ഒരുപാട് പേര് ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് ബിഗ് ബോസ് താരങ്ങളെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ സീസണിൽ മാത്രമല്ല മുൻ സീസണുകളിലെയും. അപ്പോൾ അതിലേക്ക് നമ്മുടെ ആദിലേക്ക് നൂറയ്ക്ക് ക്ഷണമുണ്ടായി. അങ്ങനെ ആ കുട്ടിയുടെ അതിനകത്ത് പങ്കെടുത്തു വന്നു, അവരോട് സംസാരിച്ചു, പുള്ളിക്കാരുടെ ഫോട്ടോ എടുത്തു, എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഒരു പോസ്റ്റ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലാണെന്ന് പറയാൻ പ്രത്യക്ഷപ്പെടുന്നത്. ഇപ്പോൾ ആ പോസ്റ്റ് പുള്ളിക്കാരൻ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അതിട്ട സമയത്ത് പോസ്റ്റ് ഒന്ന് വായിക്കാം. എൻ്റെ ഗൃഹപ്രവേശ ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. പങ്കെടുത്തിരുന്നു. ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം ബിസിനസ് ആണല്ലോ. അപ്പം പിന്നെ എല്ലാവരുമായിട്ട് നല്ലൊരു ഒരു റിലേഷൻഷിപ്പ് വെച്ചിരിക്കുന്നത് നല്ലത് തന്നെയാണ്. ഇതുവരെ ഒരു കുഴപ്പമില്ല. ഇത് കഴിഞ്ഞിട്ട് എന്നാൽ എൻ്റെ പരിപാടിയിൽ 2 പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടല്ല. ഇതും ഏകദേശമൊക്കെ കറക്റ്റ് തന്നെയായിരിക്കും. കാരണം പുള്ളിക്കാരൻ്റെ ആ ഒരു ഫംഗ്ഷൻ വരാൻ ഇനി ആൾക്കാരും ബാക്കിയില്ല. അപ്പം അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ആരെയൊക്കെയാണ് വിളിച്ചത് എന്ന് പുള്ളിക്കാരൻ അറിവുണ്ടാവാൻ വഴിയില്ല. കാരണം പുള്ളിക്കാരൻ ഡയറക്റ്റ് ആയിരിക്കത്തില്ല ഇവരാരെയും വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മാനേജറോ ആരെങ്കിലും ഒക്കെ ആയിരിക്കും വിളിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് പുള്ളിക്കാരൻ അറിവുണ്ടാവണമെന്നില്ല. എന്താ ഇപ്പോൾ പ്രശ്നം? പൊതുസമൂഹത്തിൻ്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും. സദാചാര മൂല്യമോ? അതെന്ത് മൂല്യമാണ്? അല്ല, എപ്പോഴാണ് ഇവരനെ വെല്ലുവിളിച്ചത്? നോക്കാം. സ്വന്തം മാതാപിതാക്കളെ ധിക്കരിച്ചും, അത് ശരിയായിരിക്കും. സമൂഹ മധ്യത്തിൽ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ, അല്ല താറടിച്ചതാണെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? നമുക്കറിയത്തില്ലല്ലോ അവരുടെ വീട്ടിൽ നടന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത്. ഇവർ പറയുന്ന സത്യമാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തിരിച്ചെടുക്കാൻ പറ്റുമോ? അതിപ്പോൾ ഈ പുള്ളിക്കാരനെന്നല്ല, ഇവർ മാതാപിതാക്കളെ താറടിച്ചു എന്ന് പറയുന്ന ആൾക്കാരോടൊക്കെ ചോദിക്കാനുള്ള ചോദ്യമാണ്. മാതാപിതാക്കൾ എന്ത് ചെയ്താലും അത് സഹിക്കണം എന്നില്ലല്ലോ. സോ ഇവർ പറയുന്ന രീതിയിലുള്ള ക്രൂരതകൾ അവരുടെ വീട്ടുകാർ ചെയ്തോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ അറിയാത്ത കാര്യത്തെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നില്ലേ നല്ലത്. ഏതായാലും നമുക്ക് നോക്കാം. അപ്പോൾ അത്തരത്തിലുള്ളവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ, അപ്പോൾ ആരോപണം ഉണ്ടായില്ലേ? അപ്പോൾ ചുമ്മാ കൊണ്ട് പോസ്റ്റ് ഇട്ടതല്ല പുള്ളിക്കാരൻ, എന്തോ ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതായത് ആ ഫംഗ്ഷനിൽ അവർ വന്ന സമയത്ത് പുള്ളിക്കാരനോട് ഹാപ്പി ആയിട്ടാണ് ഫോട്ടോ എടുക്കുകയും സംസാരിക്കുകയും ഷേക്കാൻ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോഴേക്കും ആരെങ്കിലും ഇതേപോലെ പറഞ്ഞിട്ടുണ്ടാവുക ഈ കുട്ടികൾ വന്നത് ഒട്ടും തന്നെ ഒരു നല്ല കാര്യമല്ല, ഇതിന് അഗൻസ്റ്റ് എന്തെങ്കിലും എടുക്കണം എന്നുള്ളത്. അപ്പോൾ അത് അങ്ങനെ ഒരു ആരോപണം വന്നതുകൊണ്ട് തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും ഈ പോസ്റ്റ് ഇട്ടിട്ടുണ്ടാവുക. അപ്പോൾ അത്തരത്തിലുള്ള ആരോപണത്തെ മുഖവിലക്കെടുക്കുന്നു. മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. എന്തിനാണ് എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സമൂഹത്തിനോട് എന്തിനാണ് ക്ഷമ ചോദിക്കുന്നത്? ഒരാൾ അല്ലെങ്കിൽ 2-3 വ്യക്തികൾ പറഞ്ഞുവെങ്കിൽ അവരോട് മാത്രം ഇതിനുള്ള എക്സ്പ്ലനേഷൻ കൊടുത്താൽ പോരെ. എന്ത് കാര്യത്തിനാണ് ഈ ഫേസ്ബുക്കിലൊക്കെ വന്നിരുന്നിട്ട് ഇതുപോലത്തെ പോസ്റ്റുകളൊക്കെ ഇട്ട് സ്വന്തമായിട്ട് ഇത്രയും ഒരു ആവശ്യമില്ലാതെ ഇങ്ങനെ ഒരു ഇഷ്യൂലൊന്നും പെടേണ്ട കാര്യം? അതും ഈ ഹൗസ് വാമിംഗ് സെറമണിയൊക്കെ നടക്കുന്ന സമയത്ത് തൻ്റെ വീട്ടിലേക്ക് തൻ്റെ അറിവോട് കൂടിയാണെങ്കിലും അല്ലെങ്കിലും 2 വ്യക്തികളെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അവരവിടെ വന്ന് പങ്കെടുത്തിട്ട് പോയി. അപ്പോൾ അതിൽ വന്നിരിക്കുന്ന കൂട്ടത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അവരോട് പറഞ്ഞ് ക്ലിയർ ചെയ്യുന്നതിന് പകരം ഇതുപോലെ സോഷ്യൽ മീഡിയ ഇത്രയും ശക്തമായിട്ട് നിൽക്കുന്ന ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് കൊണ്ട് ഇതുപോലെ ഹാർഷ് ആയിട്ടുള്ള ഒരു തിരിച്ചടി തീർച്ചയായിട്ടും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കേണ്ടതല്ലേ? അതൊരിക്കലും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഇതിന് 2 സൈഡ് ഉണ്ട്. ഇപ്പോഴും അതിനെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പറയുന്ന ആൾക്കാരുണ്ട്. ഈ കുട്ടികളോട് താല്പര്യമില്ലാത്ത ആൾക്കാർ, ഇവർ മാതാപിതാക്കളെ നിന്ദിച്ചു എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഇദ്ദേഹം ഈ പോസ്റ്റ് ഇട്ടത് നല്ല കാര്യമാണെന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും ഇതിന് അഗൻസ്റ്റ് തന്നെയാണ് സംസാരിക്കുന്നത്. കാരണം ആ കുട്ടികൾ എന്ത് തന്നെയും ആയിക്കോട്ടെ, പക്ഷേ അവരെ വീട്ടിലേക്ക് വിളിച്ച് വരുത്തിയിട്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ട് അപമാനിക്കേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു കാര്യം. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയല്ലേ? ഇപ്പോൾ നമ്മളെയാണ് ഒരു വീട്ടിലേക്ക് ക്ഷണിച്ചിട്ട് ഇതുപോലത്തെ ഒരു പോസ്റ്റ് നമ്മൾ പോയി കഴിയുമ്പോഴത്തേക്കും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യുക? ഭയങ്കര ഇൻസൾട്ടിംഗ് ആയിട്ടല്ലേ ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മൾ വലിഞ്ഞു കയറി ചെന്നതൊന്നുമല്ല, നമ്മൾ വിളിച്ചിട്ട് തന്നെ പോയതാണ്. ഇപ്പോൾ ഇദ്ദേഹമായിട്ട് അറിഞ്ഞോ അറിഞ്ഞില്ലയോ അതൊന്നും അല്ല. വിളിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ ചോദിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ മാനേജറോ അല്ലെങ്കിൽ ഇത് ആരാണോ ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ടീം അവരോടാണ് ചോദിക്കേണ്ടത്. അതറിഞ്ഞ് അവർ വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ പാടില്ല. ഇനി അതല്ല, ഇവരാരും വിളിച്ചിട്ടില്ല, ഈ കുട്ടികളായിട്ട് കയറി വന്നെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ ഒരു പോസ്റ്റിൽ പിന്നെയും ഒരു വാലിഡിറ്റി ഉള്ളൂ. അതുപോലും ശരിയല്ല. പക്ഷേ എന്നാലും ഒരു ന്യായീകരണത്തിനായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ അല്ലാതെ ഇങ്ങനെ വന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റിനെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നില്ല. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ വന്നിരിക്കുന്ന ആർക്കെങ്കിലും ഇതിനൊരു എതിരഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞ് ക്ലിയർ ചെയ്താൽ പോരെ. എന്ത് കാര്യത്തിനാണ് ഇതിനൊക്കെ സമൂഹത്തിനോട് ക്ഷമ ചോദിക്കുന്നത്? റസ്മിൻ ഭായി എന്ന് പറയുന്ന കഴിഞ്ഞ സീസണിലെ കണ്ടസ്റ്റന്റ് അവർ വ്യക്തമായി പറയുന്നുണ്ട്, ഇദ്ദേഹത്തിന്റെ ടീമുകാർ ഹൗസ് വാമിംഗ് സെറമണിക്കായിട്ട് പുള്ളിക്കാരത്തിനെ വിളിച്ച സമയത്ത് റസ്മിന്റെ കയ്യിൽ നിന്നാണ് ഈ ആദില നൂറയുടെ നമ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്പർ വാങ്ങിയിട്ട് ഇവരെ വീട്ടിലേക്ക് വിളിച്ചിട്ട് പിന്നീട് ആ ഫംഗ്ഷൻ കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു പോസ്റ്റ് ഇടുന്നത് തീർച്ചയായിട്ടും അവർ ആക്ഷേപിക്കുന്നതിന് തുല്യമാണെന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും ഇപ്പോൾ ഇദ്ദേഹം പോസ്റ്റൊക്കെ ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ഇത് എല്ലാ കാലവും ആൾക്കാർ ഓർത്ത് വെക്കും എന്നുള്ളതാണ് നമ്മുടെ സോഷ്യൽ മീഡിയയുടെ പ്രശ്നം. ഒരു നെഗറ്റീവ് കാര്യം വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരു 10 പോസിറ്റീവ് ചെയ്താൽ
കൂടുതലും ഈ ഒരു കാര്യമായിരിക്കും കൂടുതലായിട്ടും പ്രൊജക്ട് ചെയ്ത് വരിക. പക്ഷേ അറ്റ്ലീസ്റ്റ് ആ ഒരു പോസ്റ്റ് അദ്ദേഹത്തിന് ടേക്ക് ഡൗൺ ചെയ്യാൻ തോന്നിയല്ലോ, അത് തന്നെ നല്ലൊരു കാര്യം. ഇത് ഇദ്ദേഹത്തിന് LGBTQ കമ്മ്യൂണിറ്റിയോടുള്ള പ്രശ്നമൊന്നുമല്ല, കാരണം നാദ്ര ഉണ്ടായിരുന്നു ആ ഫംഗ്ഷനിൽ. അപ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു മാതാപിതാക്കളെ നിന്ദിച്ചു, ഇവർ ഇന്റർവ്യൂസിലൊക്കെ വന്നിട്ട് വീട്ടുകാരുടെ പ്രശ്നങ്ങളൊക്കെ പറയുമല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബേസിസിലായിരിക്കും ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇനി വേറെ കുറേ ആൾക്കാർ ബിഗ് ബോസിൽ ഇവരുടെ ഗെയിം വെച്ചിട്ടൊക്കെ അനലൈസ് ചെയ്തിട്ട് ഇവർക്ക് ഇങ്ങനെ തന്നെ വേണമെന്ന് പറയുന്നത് കേട്ടോ. അവരെയൊക്കെ എന്താ വേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല, ഞാനൊന്നും പറയുന്നില്ല. പിന്നെ കുറച്ച് പേര് പറയണ കേട്ടു ഇവർ വലിഞ്ഞു കയറി ചെന്നിട്ടുണ്ടായിരുന്നതാണ്. ഇവർ ഡയറക്റ്റ് വീട്ടിൽ പോയി ആരും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ പോയി വിളിക്കാത്തൊരു കാര്യത്തിനായിട്ട് എന്തിനാണ് പങ്കെടുക്കാൻ പോകുന്നത്, ഫോണിൽ കൂടെ വിളിച്ചെന്ന് പറഞ്ഞാൽ ഓടിച്ചാടി പോവേണ്ട കാര്യമുണ്ടോ എന്ന്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ ഫംഗ്ഷന് പങ്കെടുത്ത എല്ലാ ആൾക്കാരെയും ഡയറക്റ്റ് വീട്ടിൽ പോയി വിളിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പം നമ്മളെല്ലാവരും കല്യാണങ്ങൾക്കും നമ്മുടെ വീടിന്റെ ഫംഗ്ഷൻസിനൊക്കെ നമ്മൾ കൊച്ചു കൊച്ചു ഫംഗ്ഷൻസ് ആയിരിക്കുമല്ലോ, അതിനൊക്കെ നമ്മൾ വീട്ടിൽ പോയി ഓരോരുത്തരും വിളിക്കും എന്നല്ലാതെ ഇത്രയും വലിയ ഗ്രാൻഡ് ഫംഗ്ഷനൊക്കെ നടക്കുന്ന സമയത്ത് ഈ കണ്ട സെലിബ്രിറ്റീസിനെയും കാര്യങ്ങളെല്ലാം എല്ലാം വീട്ടിൽ പോയി വിളിക്കുക എന്നുള്ളത് നടപ്പ് വരുന്ന കാര്യമല്ല. അപ്പോൾ അവരുടെ നമ്പർ കണ്ടുപിടിച്ച് ഫോൺ മാർഗം തന്നെയായിരിക്കും യൂസ് ചെയ്യുക. ഡയറക്റ്റ് ആയിട്ട് പോയി വിളിക്കുമോ ഫോണിൽ കൂടെ വിളിക്കുമോ എന്നൊക്കെ ഉള്ളത് ആ ഒരു ഫംഗ്ഷന്റെ വലിപ്പം കണക്കിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവർ വരാതിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അവർക്കൊരു ക്ഷണം കിട്ടി, അവർ പങ്കെടുത്തു. അതിൽ ആ കുട്ടികളുടെ പേരിൽ ഒരു തെറ്റും പറയാനില്ല. അവരെ വിളിച്ചില്ലായിരുന്നുണ്ടായിരുന്നെങ്കിൽ അവർ പോവില്ലായിരുന്നു. അവരെ വിളിച്ചല്ലോ, വിളിച്ചു കഴിഞ്ഞാൽ പോണോ വേണ്ടേ എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ അവർ അങ്ങനെ കയറി പോയി എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. വേറെ അനീഷ് പോയില്ല, അനീഷിനെ വീട്ടിൽ പോയി വിളിക്കാത്തതുകൊണ്ട് അത് അനീഷിന് അങ്ങനെ ആയിരിക്കും ഇഷ്ടം, നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് അനീഷിന്റെ ഇഷ്ടമാണ്. അന്ന് പറഞ്ഞിട്ട് ഇവർക്ക് വന്നൊരു ക്ഷണം ഇവർ നിരസിക്കണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? അവരെ വിളിച്ചു, ഇത്രയും വലിയ ഗ്രാൻഡ് ഫംഗ്ഷനാണ്, ആ കിട്ടിയ ഓപ്പർച്യൂണിറ്റി അവർ യൂട്ടിലൈസ് ചെയ്തു, അവരവിടെ പോയി ആ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ ശ്രമിച്ചു. എന്തിനാണ് ഈ ബിഗ് ബോസിലൊക്കെ വരുന്നത്? കുറച്ച് മീഡിയ ഫെയിം അറ്റൻഷൻ കിട്ടാൻ തന്നെയല്ലേ. സോ ആ ബിഗ് ബോസിലെ ഫെയിം വെച്ചിട്ടാണ് ഇവർക്ക് ആ ക്ഷണം വന്നിരിക്കുന്നത്. സോ അവരതിൽ പങ്കെടുത്തു, അതെന്താണ് തെറ്റ്? എനിക്കൊരു പ്രശ്നം തോന്നുന്നില്ല. പിന്നെ ഇപ്പം കഴിഞ്ഞ സീസണിൽ ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല, ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റില്ല എന്ന്. അപ്പോൾ അത് വെച്ചിട്ട് ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞ കാര്യത്തിലും തെറ്റൊന്നുമില്ല എന്ന് അവകാശപ്പെടുന്നവരുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ലക്ഷ്മി പറഞ്ഞത് ലക്ഷ്മിയുടെ അഭിപ്രായമാണ്. ലക്ഷ്മിക്ക് ഈ ലെസ്ബിയൻ കപ്പിൾസിനെ വീട്ടിൽ കയറ്റാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അത് ലക്ഷ്മിയുടെ താല്പര്യമാണ്, അതിന് നമ്മൾ മാനിക്കുന്നു. കാരണം ലക്ഷ്മിയോട് നമുക്ക് പറയാൻ പറ്റത്തില്ല ലക്ഷ്മി നിങ്ങളുടെ വീട്ടിൽ ഇവരെ കയറ്റിയേ പറ്റൂ, നിങ്ങൾ ഇവരെ അംഗീകരിച്ചേ പറ്റൂ എന്നൊരിക്കലും പറയാൻ സാധിക്കത്തില്ല. അത് ലക്ഷ്മിയുടെ സ്വന്തം അഭിപ്രായമായിരുന്നു. അത് അവർ ലാലേട്ടന്റെ മുമ്പിലായാലും തുറന്നടിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനാണ് ലക്ഷ്മിക്ക് ആ ഒരു അപ്രിസിയേഷൻ കിട്ടിയത്. അതേസമയം ലക്ഷ്മി അറിയാതെ ലക്ഷ്മിയുടെ വീട്ടിലുള്ള ലക്ഷ്മിയുടെ അമ്മയോ ആരെങ്കിലും ആവട്ടെ ഈ കുട്ടികളെ വീട്ടിലേക്ക് ക്ഷണിച്ചതിന് ശേഷം അവർ തിരിച്ചിറങ്ങി അവിടെ നിന്ന് പോകുമ്പോൾ നിങ്ങൾ ആരാണ് ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചത്, എന്റെ അറിവോട് കൂടിയാണ് നിങ്ങളെ ഇങ്ങോട്ടേക്ക് വിളിച്ചിരിക്കുന്നത്, നിങ്ങളൊന്നും വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളത്തില്ല എന്ന് ലക്ഷ്മി പറഞ്ഞിരുന്നെങ്കിൽ ഈ ലക്ഷ്മി കിട്ടുന്ന സപ്പോർട്ടെല്ലാം തിരിഞ്ഞു മറിഞ്ഞേനെ. അത് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ് വീട്ടിലേക്ക് ആരെ വിളിക്കണം വിളിക്കേണ്ട എന്നുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിന് അവരെ വിളിക്കേണ്ട അങ്ങനെ താല്പര്യമില്ല എന്നുണ്ടായിരുന്നെങ്കിൽ അത് ആദ്യമേ തന്നെ ഇദ്ദേഹത്തിന്റെ മാനേജർ ആരാണോ ഈ വിളിക്കുന്നത് അവരുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമായിരുന്നു. അതായിരുന്നല്ലോ വേണ്ടിയിരുന്നത്. അല്ലാതെ ഇവർ ക്ഷണിച്ച് വരുത്തിയിട്ട് പിന്നീട് തിരിച്ചു പോകുമ്പോൾ അവരെങ്ങനെ പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള പ്രവൃത്തിയാണ്. അതല്ലാന്ന് ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ വിളിക്കാതിരിക്കാമായിരുന്നു. തീർച്ചയായിട്ടും അവരെ രണ്ടുപേരും വിളിക്കരുത്, ബാക്കി എല്ലാവരും വിളിക്കും എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഇഷ്ടമാണ്. നമുക്ക് അതിനകത്തൊന്നും കയറി അഭിപ്രായം പറയാൻ പറ്റത്തില്ല. പക്ഷെ വന്നു പോയതിനു ശേഷം ഇങ്ങനത്തെ ഒരു പോസ്റ്റ് ഇടുന്നത് ഭയങ്കര മോശപ്പെട്ട പ്രവൃത്തിയായി പോയി. പക്ഷേ ഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ എന്തായാലും അദ്ദേഹം ആ പോസ്റ്റ് ടേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് അദ്ദേഹത്തിന് നല്ലത്. കാരണം വെറുതെ ഈ സോഷ്യൽ മീഡിയ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കേണ്ട ഒരു കാര്യമില്ല. ഇദ്ദേഹം ഈ പോസ്റ്റ് ഇല്ലായിരുന്നുണ്ടായിരുന്നെങ്കിൽ ഇത് ഇത്രയും വലിയ ഇഷ്യൂ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ആരും അറിയത്ത് പോലും ഇല്ലായിരുന്നു. ആ കുട്ടികൾ വന്നു പോയത് പോലും വലിയ ശ്രദ്ധിക്കത്തില്ലായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഇത് ഇത്രയും വലിയൊരു ടോക്കായി മാറിയത്. സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും ഒരാളെ ഞാനൊന്ന് സ്മരിച്ചു പോവുകയാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ ലാലേട്ടനെ തന്നെയാണ്. കാരണം പുള്ളിക്കാരന് ആദില നൂറിനെ വീട്ടിൽ കയറ്റുമെന്ന് പറഞ്ഞ സമയത്ത് നല്ല പോലെ കൈയടിയൊക്കെ കിട്ടിയത്. പക്ഷേ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ആദിലയുടെ ഗെയിം ഒക്കെ ഇങ്ങനെ ചേഞ്ച് ആയി വന്ന സമയത്ത് ഇവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്ന് ലക്ഷ്മി പറഞ്ഞത് കറക്റ്റ് ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ഫാൻസ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസ് തന്നെ പറഞ്ഞോളൂ അവർ പറഞ്ഞു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ലാലേട്ടന് ഒരുപാട് സൈബർ ബുള്ളിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്ത് കാര്യത്തിനാണ് ഇവരെയൊക്കെ വീട്ടിൽ കയറ്റുമെന്ന് താങ്കൾ പറഞ്ഞത്, ഇനിയും താങ്കളുടെ അഭിപ്രായത്തിൽ മാറ്റമില്ലേ, ഇവരെ ഇപ്പോഴും താങ്കൾ വീട്ടിൽ കയറ്റാൻ തയ്യാറാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ലാലേട്ടനെ പോലും തെറിവിളിയും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇത്രയും സൈബർ ബുള്ളിങ്ങിനിടയിലും ഗ്രാൻഡ് ഫിനാലെ സ്റ്റേജ് വെച്ചിട്ട് അദ്ദേഹം ആ കുട്ടികളോട് പറയുകയാണ്, ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ ഒരിക്കലും പിൻവലിക്കത്തില്ല, നമുക്ക് രണ്ടുപേർക്കും പറ്റുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിലേക്ക് വരണം എന്ന് അദ്ദേഹം പറഞ്ഞത്. ആ സൈബർ ബുള്ളിങ്ങിന് ഒന്നും ഭയക്കാതെ സ്വന്തം നിലപാട് ഒന്നുകൂടി ഊന്നി പബ്ലിക്കായിട്ട് തുറന്നു പറയാൻ മനസ്സ് കാണിച്ച ലാലേട്ടനാണ് എൻ്റെ ഹാറ്റ്സ് ഓഫ്. കാരണം അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായത്തിൽ പലർക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങൾ കേട്ടിട്ട് ലാലേട്ടൻ സ്വന്തം അഭിപ്രായം മാറ്റിയില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞ ആ ഒരു നിലപാടെന്ന് പറയുന്നത്. അതാണ് ഈ ഹൗസ് വാമിംഗ് സെറമണിയിൽ ഞാൻ കാണാതെ പോയത്. അതുകൊണ്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത്. ഇനി എല്ലാവരുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് തന്നെ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. എത്രയൊക്കെ അത് പറഞ്ഞാലും അവർ മനുഷ്യക്കുട്ടികളാണ്. വീട്ടിൽ കയറ്റാതിരിക്കാനും വേണ്ടിയിട്ട് മോശക്കാരാണ് അവരെന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. ഗെയിമിൽ നടന്ന കാര്യങ്ങളൊക്കെ ഗെയിമിൽ നടക്കട്ടെ. പക്ഷേ ആസ് എ ഹ്യൂമൻ ബീയിങ് ഞാൻ ചിന്തിക്കുന്നത് എന്ത് കാര്യത്തിനാണ് നമ്മൾ അവരോട് ദേഷ്യം കാണിക്കേണ്ടത്, എന്ത് കാര്യത്തിനാണ് നമ്മൾ അവരോട് വെറുപ്പ് കാണിക്കേണ്ടത്? അവർ പ്രായപൂർത്തിയായ രണ്ട് ആൾക്കാരല്ലേ. ഇവർ രണ്ട് പെൺകുട്ടികളായതുകൊണ്ടല്ലേ വീട്ടുകാരെ ധിക്കരിച്ചതിനെ കുറിച്ചൊക്കെ ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നത്. അതേസമയം ഇതൊരു സ്ത്രീയും പുരുഷനുമായിരുന്നെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് ലീഗലി മാരി ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, ഒരുമിച്ച് താമസിക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് വീട്ടുകാരെ ധിക്കരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയധികം പ്രശ്നം ഉണ്ടാവുമോ? അത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ വീട്ടിൽ കയറ്റാതിരിക്കും. ഇല്ല, ഇപ്പോൾ ഒരു സ്ത്രീ പുരുഷൻ്റെ കൂടെ ഇറങ്ങിപ്പോയാലും അതും വീട്ടുകാരെ ധിക്കരിക്കൽ തന്നെയല്ലേ. അപ്പോൾ അവിടെ ഇത് ഇത്രയും വലിയൊരു സോഷ്യൽ ഇഷ്യൂ ആവുന്നില്ല, ഇവിടെ മാത്രം അത് അത്രയും വലിയൊരു ഇഷ്യൂ ആവുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആദില നൂറ ഇവിടെ ബിഗ് ബോസിൽ വന്നതിന് ശേഷം അവർ തിരിച്ചിറങ്ങുന്ന സമയത്ത് കുറേ ആൾക്കാരിൽ എന്താണ് ശരിക്കും ഒരു ലെസ്ബിയൻ കപ്പിൾ എന്നുള്ളതിൻ്റെ അവരുടെ ആ ഒരു ചിന്താഗതി മാറ്റിയെടുക്കാൻ ആ കുട്ടികൾക്ക് അവിടെ സാധിച്ചിട്ടുണ്ട്. നല്ലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും ബോണ്ടിങ്ങും അവർ തമ്മിലുണ്ട്. അപ്പോൾ അങ്ങനെ അവർ സന്തോഷത്തോട് ജീവിക്കുകയാണെങ്കിൽ ജീവിക്കട്ടെ തന്നെ. നമ്മൾ എന്തിനാണ് അതിൻ്റെ ഇടയിൽ കയറിയിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, എന്തിനാണ് അതിൻ്റെ ആവശ്യം? പിന്നെ ചിലർക്ക് ലക്ഷ്മിയുടെ അഭിപ്രായം തന്നെയായിരിക്കും, നോർമലൈസ് ചെയ്യാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും അങ്ങനെ അഭിപ്രായമുള്ളവരുടെ അഭിപ്രായങ്ങളെ നമ്മൾ മാനിക്കുന്നു. പക്ഷേ ഞാനിപ്പോൾ ലാസ്റ്റ് പറഞ്ഞത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ. അപ്പോൾ ഒരാളെ വീട്ടിൽ കയറ്റുന്നത് അവരുടെ സ്വഭാവം വെച്ചിട്ടാണ്, അല്ലാതെ അവർ ഇങ്ങനെയുള്ളവരാണോ അങ്ങനെയുള്ളവരാണോ
അവരുടെ ലൈഫിൽ അവർ ആരോട് താമസിക്കുന്നത് അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ. അത്രേ ഉള്ളൂ. സോ എല്ലാവരും മനുഷ്യരാണ്. അടുത്ത നിമിഷം എന്താ സംഭവിക്കാൻ പോകണമെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. ഒരു നിമിഷം മതി ജീവിതം മാറിമറിയാനൊന്നും അറിയത്തില്ലേ. അപ്പോൾ അങ്ങനെ ഇരിക്കുക ആവശ്യമില്ലാത്തൊരു വിദ്വേഷം എന്തിനാണ് ഇവർക്ക് നേരെ വലിച്ചെറിയുന്നത്? അത്രേ ഉള്ളൂ ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ.